അപ്രകാരം തന്നെ മുസ്ലിം ഐക്യം എവിടെയുണ്ട് അവിടെയെല്ലാം മുസ്ലിങ്ങളോട് സഹകരിച്ചു മുന്നോട്ട് പോകുവാനും ഐക്യം നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി പരിശ്രമിക്കണം. ഈ ഐക്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫിഖ് മസ്അലയിൽ വരെ നമ്മുടെ നേതാക്കളെ ഇഷ്ടപ്പെടാത്തതാണ്. ഹജ്ജ് വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖസ്റും ജമ്മു ആക്കണ്ട എന്തോ കാരണത്താൽ എന്ന് മക്കയിൽ വെച്ച വാർത്താ ചരിത്രം പറയുന്നുണ്ട്, ഹദീസ് പറയുന്നുണ്ട്. മക്കയിൽ നമുക്കറിയാം ഹജ്ജിന് പോയി കഴിഞ്ഞാൽ മിനയിലെ ഏറ്റവും നല്ലതെന്താണ്? ഖസ്റാക്കലാണ്. എന്ത്? റുബാഇയായ നമസ്കാരങ്ങൾ അല്ലേ? ഖസ്റാക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയാണ് മിനയിൽ താമസിക്കുന്ന ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രം. മക്കയിൽ നിന്നിട്ട് ഹാജിമാർക്ക് ഭക്ഷണം തീറ്റാൻ നമ്മൾ പോകുന്ന ആൾക്കല്ല. മനസ്സിലായില്ലേ? അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തമം എന്താണ്? 4 റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കലാണ്. അറഫയിലോ അങ്ങനെ തന്നെ ജമ്മും കസറുമാക്കലാണ്. മുസ്ദലിഫയിലോ അങ്ങനെ തന്നെ ജമ്മും കസറുമാക്കലാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നേതൃത്വത്തിൽ ഹജ്ജ് നടന്നപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം പലതും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അക്കൂട്ടത്തിൽ പറഞ്ഞു അദ്ദേഹം മക്കക്കാരനായി അദ്ദേഹം ഗണിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഭാര്യ മക്കയിൽ കൂടിയുണ്ട് എന്ന് നിഗമനം. എന്തുമായി ആവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. കൂടെയുള്ള ഇബ്നു മസ്ഊദ് ലോക മുസ്ലിങ്ങളുടെ നേതാവായി പിന്നൊരു കാലഘട്ടത്തിൽ വാഴുന്ന വ്യക്തി. ഇബ്നു മസ്ഊദ് സാധാരണക്കാരനല്ലല്ലോ. ഒരവസരത്തിൽ മദീനത്തെ എല്ലാ വലിയ വലിയ പടുകൂറ്റം പണ്ഡിതന്മാരായ സഹാബാക്കൾ മരിച്ച ശേഷം ഇബ്നു മസ്ഊദ് പറയുകയുണ്ടായി, എവിടെയെങ്കിലും ഈ ഖുർആനിലുള്ള ആയത്തുകളെ കുറിച്ച്, അതിന്റെ വിശദാംശത്തെ കുറിച്ച്, അത് എവിടെ ഇറങ്ങി എന്നതിനെ കുറിച്ച്, അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണത്തെ കുറിച്ച് എന്നെക്കാൾ അറിയുന്ന വ്യക്തി ലോകത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നേനെ, പക്ഷെ എന്റെ അറിവിലില്ല എന്ന് പറയാനുള്ള കഴിവ് കൽപ്പുണ്ടായ വ്യക്തിയാണ് ഇബ്നു മസ്ഊദ്. ഇബ്നു അബ്ദി എന്ന റസൂലുള്ള പേര് വെച്ച വ്യക്തി ഇബ്നു അബ്ദ്. മനസ്സിലായില്ലേ? ആ ഇബ്നു മസ്ഊദ് എന്താ കാട്ടിയത്? ഞാൻ ഭിന്നിപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭിന്നിപ്പ് ഇഷ്ടപ്പെട്ടില്ല. എന്തായിരിക്കും? നേതാവല്ലേ, നേതാവിനോട് അനുസരിക്കാൻ റസൂലുള്ള കൽപ്പിച്ചതല്ലേ? ഉസ്മാൻ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഉസ്മാൻ പൂർത്തിയാക്കുന്നതോട് ഞാൻ പൂർത്തിയാക്കി. എന്താ പാഠം? സ്വർണ്ണലിപി കൊണ്ട് എഴുതപ്പെടേണ്ടതായ പാഠമാണ്. സ്വർണ്ണലിപി കൊണ്ട് നാം എഴുതേണ്ടതാണ്. നമുക്ക് പരസ്പരം കണ്ടുകൂടാ, പരസ്പരം സലാം പറഞ്ഞുകൂടാ, പരസ്പരം ഐക്യമേ ഇല്ല. വെറും ചില്ലറ കൊള്ളരുതാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ഭിന്നിക്കാം. എന്ത് ഇസ്ലാം, എന്ത് മതം, എന്ത് ദീൻ? ശ്രദ്ധിക്കണം. പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഏറ്റവും കഠിന ശിക്ഷ പരലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവര്. ബുഖാരിയിൽ കിതാബ് സസാവീരിൽ ആദ്യത്തെ ഹദീസാണ് നിങ്ങൾ കേൾക്കുന്നത്. റസൂൽ പറയുന്നു, ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഏറ്റവും കഠിന ശിക്ഷ പരലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവര് ആലിമുൻ ലം യൻതഫി ബിൽമി, പഠിച്ച ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച് അത് കാരണത്താൽ ജനങ്ങള് നന്മയേട് എന്ത് തിന്മയെന്ത് അറിയാതെ രൂപത്തിൽ ജീവിക്കുന്ന ഗതികേടിലേക്ക് ചുറ്റുപാടിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ട് സർവ്വവകുപ്പിലുള്ള സർവ്വ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. അവരവര് ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ, അവരുടെ അണി ചിഹ്ന ഭിന്നമാക്കി മാറ്റുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കലല്ല, മറിച്ച് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? ഇവിടെ ഗ്രൂപ്പുകൾ കാണാറുണ്ടോ? മക്കത്തും മദീനത്തും ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? ഇവിടെ തറാവീഹ് നിസ്കാരം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നു, 23 റക്അത്ത്, 36 റക്അത്ത്, പല ഇനങ്ങൾ നിസ്കരിക്കുന്നു. അതേ സൗദികൾ തന്നെ മറ്റു പള്ളിയിലേക്ക് പോയാൽ അവിടെ 11 നടക്കുന്നു. പുറത്തിറങ്ങി കൊടിവെക്കോ? ഇവിടെ 11 എന്ന് ചോദിച്ചാരെങ്കിലും ഇല്ല. ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളെ അങ്ങനെ തന്നെ വീക്ഷിക്കുക. എന്നിട്ട് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ അതുകൊണ്ട് ഭിന്നിപ്പില്ലാതെ ഈ ചർച്ചയ്ക്ക് വിധേയമായ വിഷയം, എല്ലാ വിഷയവുമല്ല, ചർച്ചയ്ക്ക് വിധേയമായ ഗവേഷണ വിധേയമായ വിഷയത്തെ അതേ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടെ നൽകിയതായ ട്രെയിനിങ്. അതാണ് ഇവിടുത്തെ ഹൈഅത്ത് കിബാറുൽ ഉലമാനെ പരിശോധിച്ചാൽ അവരോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിച്ചാൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാതെ രൂപത്തിൽ മറുപടി നൽകുന്ന കാണാം. പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു, റേഡിയോയിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതെല്ലാം നമുക്ക് അറിയുന്ന വാർത്തയാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് കുതിക്കുവാൻ, തൗഹീദിന്റെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ വ്യതിയാനമില്ലാത്ത രൂപത്തിൽ ആ ആദർശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ എത്ര കണ്ട് സാധിക്കുന്നുവോ, എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായ കാര്യങ്ങൾ വരട്ടെ, അത്
തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചാൽ അതിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ദഅവത്തിന് വിജയം, തൗഹീദിന് വിജയം, ഖുർആനിനെ പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട്, ഹദീസ് പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട്, മറ്റു വിഭാഗം കാണുമ്പോൾ നമ്മക്കണ്ട അസൂയാലുക്കളായി മാറാൻ പറ്റുന്ന രൂപത്തിൽ എന്തൊരു ഐക്യമാണ് ഇവർ, എന്തൊരു വിജയമാണ് ഇവർക്കുണ്ടായത് എന്ന് പറയുന്ന രൂപത്തിലായി മാറണം. അതാണ് കൂനൂ കശ്ശാമത്തി ബൈനൽ ഉമം, ഉമമുകളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് വേണം, ക്ഷാമ പോലെയായി മാറണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. ക്ഷാമ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന അടയാളമുണ്ടല്ലോ, മുഖത്തോടേക്ക് ഉണ്ടാവും ക്ഷാമ, കറുത്ത അടയാളം. അതുപോലെ മനുഷ്യനിൽ തുറിച്ചു കാണുന്ന, അതുപോലെ ഈ ഉമമുകളുടെ സമൂഹങ്ങളുടെ ഇടയിൽ നിങ്ങൾ തുറിച്ചു കാണുന്നവരായി മാറണം.